ഹായ് ഹലോ നമസ്കാരം. പേജിത്രി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലയാളത്തിൻ്റെ ഒരു മോക്ക് ടെസ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി മലയാളത്തിൻ്റെ അതായത് നമ്മൾ സാഹിത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മലയാളം മിക്സഡ് ആയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാഹിത്യത്തിൻ്റെ അല്ലാതെയും ഉള്ള എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ്. ഇതിനകത്തുള്ള മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷകളിൽ ആവർത്തിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതായത് സിമ്പിളായിരിക്കാം, പക്ഷേ എല്ലാ പരീക്ഷകളിലും റിപ്പീറ്റായിട്ട് ചോദ്യം വരുന്ന ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ തപ്പി കണ്ടുപിടിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അതേ ചോദ്യങ്ങൾ ചിലത് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുൻകാലങ്ങളിൽ ചോദിച്ച PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അല്ലാതുള്ള ചോദ്യങ്ങളെല്ലാം കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പാർട്ട് 5 ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പാർട്ട് 4, 3 അതെല്ലാം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിനകത്ത് എടുത്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ മോക്ക് ടെസ്റ്റിലേക്ക് പോകാം. 10 ചോദ്യങ്ങളാണ് മലയാളത്തിന് നമുക്ക് സിലബസിലുള്ളത്. അതേപോലെ 10 ചോദ്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ മോക്ക് ടെസ്റ്റിനകത്ത്. നിങ്ങൾക്ക് മാർക്ക് എത്ര കിട്ടിയെന്നുള്ളത് എക്സാം എഴുതിയതിന് ശേഷം കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് നേരെ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഉമ്മാച്ചു എന്ന പ്രശസ്ത നോവലിൻ്റെ കർത്താവ് ആരാണ്? ഉമ്മാച്ചു. ഓക്കെ, അപ്പോൾ ഉമ്മാച്ചു എന്ന് പറയുന്ന ആ ഒരു പ്രശസ്ത നോവലിൻ്റെ കർത്താവ് ആരാണ്? MT വാസുദേവൻ നായരാണോ, PC കുട്ടിക്കൃഷ്ണൻ, P കേശവദേവ്, C രാധാകൃഷ്ണൻ? ഇവരിൽ ആരാണ് ഉമ്മാച്ചു എന്ന് പറയുന്ന ആ ഒരു നോവലിൻ്റെ കർത്താവ്? ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, പെറ്റ പ്ലസ് അമ്മ പെറ്റമ്മ എന്നത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ഓക്കെ, പെറ്റ പ്ലസ് അമ്മ പെറ്റമ്മ അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതുന്നത് ഏത് സന്ധിക്ക് ഉദാഹരണമാണെന്നുള്ളതാണ്. ദ്വിത്വസന്ധിയാണോ, അല്ലെങ്കിൽ ആഗമസന്ധിയാണോ, ലോപസന്ധിയാണോ, ആദേശസന്ധിയാണോ? ഇതിലേതാണ് ഈ പറയുന്ന പെറ്റമ്മ എന്ന് പറയുന്ന ഒരു വാക്കിലെ ആ ഒരു സന്ധിക്ക് ഉദാഹരണം ഏതാണെന്നുള്ളത് എഴുതിക്കോളൂ. ഓക്കെ, എഴുതിയല്ലോ. അടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കാടുകാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ശൈലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സിലബസിനകത്ത് നമുക്ക് പറയുന്നുണ്ട്. സോ ശൈലികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഇത് മുൻകാലങ്ങളിൽ ചോദിച്ചൊരു ചോദ്യമാണ്. കാടുകാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കാടിനെ കാട്ടിക്കൊടുക്കുക, കാടത്തരം കാട്ടുക, ഗോഷ്ഠികൾ കാട്ടുക, അതല്ലെങ്കിൽ അനുസരണയില്ലായ്മ കാട്ടുക. ഓക്കെ, ഗോഷ്ഠികൾ കാട്ടുക എന്നുള്ള അർത്ഥം വരുന്നുണ്ട്, അനുസരണയില്ലായ്മ കാട്ടുക എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേതാണ് കാടുകാട്ടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്? ശൈലിയാണ്, അറിയാലോ. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? മറ്റൊരു ശൈലിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ശതകം ചൊല്ലിക്കുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. വിഷമിപ്പിക്കുക, ചതിക്കുക, തെറ്റിദ്ധരിപ്പിക്കുക, ഉന്മൂലനാശം വരുത്തുക. ഇവയിലേതാണ് എന്ത് ഈ ശതകം ചൊല്ലിക്കുക എന്നതുമായി ബന്ധപ്പെട്ട ഈ ശൈലിയുടെ അർത്ഥമായിട്ട് വരുന്നത്? ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്നത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കൃതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? വള്ളത്തോളാണോ, കാരൂർ നീലകണ്ഠൻ പിള്ളയാണോ, നാലപ്പാട്ട് നാരായണ മേനോനാണോ, KP കേശവ മേനോനാണോ? ആരാണെന്നുള്ളത് എഴുതിക്കോളൂ. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നജീബ് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? നജീബ് എന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ബാല്യകാലസഖി, ഉമ്മാച്ചു, ആടുജീവിതം, പാത്തുമ്മയുടെ ആട്. ഏതിലെയാണ് നജീബ് എന്ന് പറയുന്ന കഥാപാത്രം? ഇതിനൊന്നും അധികം സമയം വേണ്ടല്ലോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ? ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? സുകുമാർ അഴീക്കോട്, G ശങ്കരക്കുറുപ്പ്, ജോസഫ് മുണ്ടശ്ശേരി, AK ഗോപാലൻ. ഇവരുടെ ആരുടെ ആത്മകഥയാണ് ഏത് കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്നത്? ഓക്കെ, അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മലയാള സാഹിത്യത്തിൽ പച്ചമലയാള പ്രസ്ഥാനത്തിന് തുടക്കമിട്ട കവി ആരാണ്? മലയാള സാഹിത്യത്തിലെ പച്ചമലയാള പ്രസ്ഥാനത്തിന് തുടക്കമിട്ട കവി ആരാണ്? കുഞ്ചൻ നമ്പ്യാർ, കൊട്ടാരക്കര തമ്പുരാൻ, രാമപുരത്ത് വാര്യർ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഇവരിൽ ആരാണ്? അടുത്ത നോക്കൂ, ഒൻപതാമത്തെ നോക്കൂ. ചതിയിൽപ്പെടുത്തുക എന്ന് അർത്ഥം വരുന്ന ശൈലി ഏതാണ്? ചതിയിൽപ്പെടുത്തുക. ഓക്കെ, ചതിയിൽപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? നക്ഷത്രം എണ്ണിക്കുക, ചെണ്ട കൊട്ടിക്കുക, ഉണ്ട ചോറിൽ കല്ലിടുക, പാലം വലിക്കുക. ഓക്കെ, ഇതും ശൈലിയുടെ ഭാഗത്തു നിന്നാണ്. നമുക്ക് ശൈലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി, മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ കുറച്ച് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ചതിയിൽപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? നക്ഷത്രം എണ്ണിക്കുക, ചെണ്ട കൊട്ടിക്കുക, ഉണ്ട ചോറിൽ കല്ലിടുക, പാലം വലിക്കുക. ഇതിലേതാണ്? അടുത്ത് പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നിണം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ഈ തന്നിട്ടുള്ളതിൽ നിണം എന്ന് പറയുന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? സലിലം, ഏണം, ധര, രുതിരം. ഓക്കെ,
സോ 10 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ഇനി ഇതിൻ്റെ ആൻസർ നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. ആൻസർ നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാത്ത എഴുതി വെച്ചോളൂ. ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഏതെങ്കിലും 1-2 കിട്ടാതെ ഇരുന്നെങ്കിലേ ഉണ്ടാവുള്ളൂ. എന്നാലും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം തന്നെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഇത് പഠിച്ച് വെക്കുക. അറിയാത്തതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എഴുതി വെച്ച് പഠിച്ചോളൂ. നമുക്ക് എന്തായാലും ഉത്തരം ഒന്ന് നോക്കാം, ആൻസർ ചെയ്ത് നോക്കാം. നിങ്ങൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഓക്കെ, പാർട്ട് 5 ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഉമ്മാച്ചു എന്ന പ്രശസ്ത നോവലിൻ്റെ കർത്താവ് ആരാണ്? ഉമ്മാച്ചു അല്ലേ, ഉമ്മാച്ചു എന്ന് പറയുന്നതിൻ്റെ കർത്താവ് ആരാണ്? അത് PC കുട്ടിക്കൃഷ്ണൻ. ഓപ്ഷൻ ബി അല്ലേ, ഉറൂബ് എന്ന് പറഞ്ഞ ചിലർ എഴുതിയിട്ടുണ്ടാവും. ഉറൂബ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടുള്ളൂ. നമ്മൾ ഓപ്ഷനകത്ത് PC കുട്ടിക്കൃഷ്ണൻ, ഉറൂബ് എന്ന് അറിയപ്പെടുന്ന ആരാണ്? PC കുട്ടിക്കൃഷ്ണനാണ്. സോ നമുക്കറിയാം ഓപ്ഷൻ ബി, ഉമ്മാച്ചു എന്ന പ്രശസ്ത നോവലിൻ്റെ കർത്താവ് ആരാണ്? PC കുട്ടിക്കൃഷ്ണൻ. അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം ബി ആണ്. അടുത്ത രണ്ടാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പെറ്റ പ്ലസ് അമ്മ, പെറ്റമ്മ. ഓക്കെ, എന്നത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? നോക്കുക, പെറ്റ അല്ലേ, ഈ പെറ്റ എന്ന് പറയുന്ന അവിടെ തന്നെ ഉണ്ട്. ഈ അമ്മ എന്നുള്ളതിൽ മാ മാത്രമല്ലേ ഉള്ളൂ. സോ ആ എന്ന് പറയുന്ന വാക്ക് എന്തായി? ഇല്ല അല്ലേ, പോയി, മറിച്ച് പെറ്റമ്മ അല്ലേ, പെറ്റമ്മ എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പോൾ മനസ്സിലാക്കണം അവിടെ ഏത് സന്ധിയാണ്. നമുക്കറിയാം ആഗമസന്ധി, ലോപസന്ധി, ദ്വിത്വസന്ധി, അങ്ങനെയുള്ള സന്ധികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ആദേശസന്ധി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് ഇതിന് നിങ്ങൾ ചെയ്ത് നോക്കുന്നത് ചിലർക്ക് ഡയറക്റ്റായിട്ട് അറിയാം, ഈ സന്ധി പഠിച്ചവർക്ക് അറിയാൻ പറ്റും. എങ്കിലും ഒന്ന് പറയാം, ഇത് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പെറ്റ പ്ലസ് അമ്മ, അതിൽ പെറ്റമ്മ അല്ലേ. അപ്പോൾ ആ ആണ് ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്? ലോപിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ആ പോയി കഴിഞ്ഞാൽ ഒരു അക്ഷരം പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ലോപിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ലോപസന്ധിയാണ്, ലോപം എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ഉത്തരം സി എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ രണ്ടിൻ്റെ ഉത്തരം എന്താണ്? സി, ലോപമാണ്. പെറ്റ പ്ലസ് അമ്മ, പെറ്റമ്മ എന്ന് പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? ലോപസന്ധിക്ക് ഉദാഹരണമാണ്. അടുത്ത നോക്കൂ, കാടുകാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കാടുകാട്ടുക അല്ലേ, കാടിനെ കാട്ടുകാട്ടുക എന്നാണോ? അല്ല അല്ലേ, കാടത്തരം കാട്ടുകയല്ല. ഗോഷ്ഠികൾ എന്നല്ല, ഗോഷ്ഠികൾ അല്ലേ, ഗോഷ്ഠികൾ കാട്ടുക എന്ന അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി നോക്കുക, എന്താണ്? കാടുകാട്ടുക എന്നത് ഉള്ള ശൈലിയുടെ അർത്ഥം എന്താണ്? ഗോഷ്ഠികൾ കാട്ടുക, അല്ലെങ്കിൽ അത് റിലേറ്റ് ആയിട്ട് വരുന്ന ഗോഷ്ഠികൾ കാട്ടുക എന്നുള്ള അർത്ഥത്തിൽ വരുന്ന മറ്റു വാക്കുകളൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ആ ശൈലിയുടെ അർത്ഥമായിട്ട് കാട്ടുക. അപ്പോൾ ഓപ്ഷൻ സി. 4, ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ശതകം ചൊല്ലിക്കുക അല്ലേ, ശതകം ചൊല്ലിക്കുക എന്ന് വെച്ചാൽ ചതിക്കുക, തെറ്റിദ്ധരിപ്പിക്കുക, ഉന്മൂലനാശം വരുത്തുക എന്നല്ല. എന്താണെന്ന് വെച്ചാൽ വിഷമിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് അത് പറയുക. ശതകം ചൊല്ലിക്കുക എന്ന് വെച്ചാൽ വിഷമിപ്പിക്കുക, ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ആ ശൈലി ഉപയോഗിക്കുന്നത്. ശതകം ചൊല്ലിക്കുക എന്ന് പറയുന്നത് വിഷമിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ്. ഓപ്ഷൻ എ. അടുത്ത് നോക്കൂ, വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാരാണ്? അത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. നാലപ്പാട്ട് നാരായണ മേനോനാണ് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ സി. അടുത്ത 6ാമത്തെ നോക്കുകയാണെങ്കിൽ, നജീബ് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? നജീബ് എന്ന് പറയുന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? നമുക്കറിയാം ആടുജീവിതം അല്ലേ. അപ്പോൾ അത് ആടുജീവിതത്തിന് എല്ലാവർക്കും അറിയുന്നതാണ്. എന്തുകൊണ്ട് അവിടെ ഉൾപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇതൊക്കെ ചോദിക്കാം. നമ്മൾ മുൻപ് അതുപോലെ തന്നെ ബെന്യാമിൻ്റെ കുറേ കൃതികളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. കാരണം ആടുജീവിതം മാത്രമല്ല ബെന്യാമിൻ്റെ, അപ്പോൾ മറ്റു കുറച്ച് കൃതികളുണ്ട്, അത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിക്കാത്തവർ മുൻകാലങ്ങളിൽ മലയാളം ക്ലാസ്സുകളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഓരോന്നിനകത്ത് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഓക്കെ, നജീബ്. അടുത്തത് ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ. കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരി. നമുക്കറിയാം ആത്മകഥകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സോ ഓരോ വ്യക്തികളുടെയും പ്രശസ്തമായിട്ടുള്ള ആത്മകഥകളൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇവിടെ നിങ്ങൾ കൊഴിഞ്ഞ ഇലകൾ നോക്കിയത് ജോസഫ് മുണ്ടശ്ശേരി, ഓപ്ഷൻ സി ആണ്. ഇനി 8ലേക്ക് പോകുകയാണെങ്കിൽ, മലയാള സാഹിത്യത്തിൽ പച്ച മലയാള പ്രസ്ഥാനത്തിന് തുടക്കമിട്ട കവി. പച്ച മലയാള പ്രസ്ഥാനത്തിന് തുടക്കമിട്ട കവി ആരാണ്? അത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് പച്ച മലയാള പ്രസ്ഥാനത്തിന് തുടക്കമിട്ട കവി എന്ന് പറയുന്നത്. പച്ച മലയാള പ്രസ്ഥാനത്തിന് തുടക്കമിട്ട കവി ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ, 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 9, ചതിയിൽപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? ചതിയിൽപ്പെടുത്തുക, ഇതൊരു ശൈലിയുടെ ഭാഗത്ത് തന്നെയാണ്. ചതിയിൽപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? അതേതാണ്? നക്ഷത്രം എണ്ണിക്കുക എന്നുള്ളതല്ല അല്ലേ, അത് വിഷമിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ വരുന്ന ഒരു ഇതാണ്. ചെണ്ട കൊട്ടിക്കുക എന്നുള്ളത് നമുക്ക് ആ അർത്ഥത്തിൽ പറയാം. ഉണ്ടച്ചോറിൽ കല്ലിടുക എന്ന് പറഞ്ഞാലും അങ്ങനെയല്ല. പാലം വലിക്കുക, നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് പാലം വലിക്കുക എന്നുള്ളതാണ്. ചതിയിൽപ്പെടുത്തുകയാണല്ലേ. ഓക്കെ, അപ്പോൾ ചതിയിൽപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് പാലം വലിക്കുക അല്ലേ. പാലം വലിക്കുക, ഒരു പാലം വലിക്കുക, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ചതിയിൽപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലിയാണ് പാലം വലിക്കുക.
അടുത്ത 10ാമത്തെ നിണം അല്ലേ. നിണം എന്ന അർത്ഥം വരുന്ന പദം ഏത്? നമുക്ക് ഈ പര്യായ പദങ്ങളൊക്കെ പഠിക്കാണ്ട് അല്ലേ. അതിനകത്ത് നമുക്ക് ചിലപ്പോൾ ഈ ഒരു നിണമെന്നും കാണാം, രുദ്രമെന്നും കാണാം, അങ്ങനെ കുറേ എണ്ണം കാണാം. എന്നിട്ട് നമുക്കിപ്പോൾ ഒരു തരും ഇതെന്തിൻ്റെയാണെന്ന് നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെ ആയിരിക്കായിരുന്നു തന്നിട്ടുള്ളത്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം ഒരു വാക്കിൻ്റെ ഇപ്പോൾ മുഖത്തിൻ്റെ പര്യായ പദങ്ങളെ നമുക്കറിയാം അല്ലേ. ആ പര്യായ പദങ്ങളെ തന്നെ തന്നിട്ടാണെങ്കിൽ ചോദിച്ചിട്ടുള്ളത്. നോക്കി ഇവിടെ തന്നിട്ടുള്ള നിണം എന്നത് ഏതർത്ഥം വരുന്നത് അല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ ചോര എന്നുള്ള അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രുതിരല്ലേ, രുദ്രമാണ് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുക. ഓക്കെ, ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ നിണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രുതിരം. രണ്ടിനും ഒരേ അർത്ഥമാണ് വരുന്നത്. ചോര എന്നുള്ള രീതിയിൽ, രക്തം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ അങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ പര്യായ പദങ്ങൾ രക്തത്തിൻ്റെ മറ്റ് പര്യായ പദങ്ങൾ അറിയാം. രക്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിണം, രുതിരം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും, ചോരയുടെ എന്ന് വെച്ചിട്ട്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ആ ഒരു 2 പര്യായ പദങ്ങൾ രുതിരത്തെയും നിണത്തെയും എടുത്ത് തന്നു കഴിഞ്ഞാൽ അറിയണമെങ്കിൽ അതുകൂടി ആ രീതിക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക. അപ്പോൾ നിണം എന്ന അർത്ഥം വരുന്ന പദമാണ് രുതിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ 10 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ നോക്കി. 10 ക്വസ്റ്റ്യൻസിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ മറക്കാതെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഫൈനൽ ലാബ് എന്ന് പറയുന്ന ക്രാഷ് ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, LPUPക്ക് വേണ്ടിയിട്ടുള്ളത്. അതിനകത്ത് അഡ്മിഷൻ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വളരെ കുറച്ച് സമയം നമ്മുടെ മുന്നിലുള്ളൂ. ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കുന്ന രീതിയിലുള്ള കോഴ്സാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ദിവസവും എല്ലാ മേഖലകളും പഠിക്കാനുണ്ടാവും, എല്ലാ ദിവസവും റിവിഷൻ ഉണ്ടാവും, എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ ദിവസവും 100 മാർക്കിൻ്റെ മോഡൽ എക്സാം നിങ്ങൾ ബബിൾ ചെയ്ത് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അത് പരീക്ഷ വരെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ രീതിയിലും അടങ്ങിയ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പഠിക്കുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് റിവിഷനും എക്സാം ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു പാക്കേജാണ്. അതുപോലെ റിവിഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു കോഴ്സിനകത്ത് ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ തിങ്കളാഴ്ചയാണ് പുതിയ ബാച്ച് ആരംഭിച്ച് 3ാമത് ഫൈനൽ ലാപ്പായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. അതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ടോ കോഴ്സുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 9747886626 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.